എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് മോഡലാണ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ലൈഫ് സൈക്കിൾ. SDLCയുടെ പല മോഡലുകളെ കുറിച്ച് നമുക്കറിയാം. ബേസിക് ആയിട്ടുള്ള വാട്ടർഫോൾ മോഡല്, വി മോഡല്, സ്പൈറൽ മോഡല്, അങ്ങനെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. ഇന്ന് നമ്മൾ പ്രോട്ടോടൈപ്പ് മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻറ്റ് മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ബിഫോർ ക്യാരിങ് ഔട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആക്ച്വൽ സോഫ്റ്റ്വെയർ എ വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഇസ് ബിൽഡ്. അതായത് കൃത്യമായ ഒറിജിനൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മളൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? എ പ്രോട്ടോടൈപ്പ് ഈസ് വർക്കിംഗ് മോഡൽ ഓഫ് ദ പ്രൊഡക്റ്റ് വിത്ത് ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു വർക്കിംഗ് മോഡലായിരിക്കും ഈ പ്രോട്ടോടൈപ്പ് വിത്ത് ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി. എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഫുള്ളി ഉണ്ടാവില്ല, ഒരു ബേസ് മോഡലായിരിക്കും ഉണ്ടാവുക. Allow the users to evaluate the developer proposal and try them out before implementation. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോട്ടോടൈപ്പ് എന്താ ചെയ്യണേ? യൂസേഴ്സിന് കൊടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് അവരുടെ സജഷൻസും പ്രപ്പോസൽസും എടുത്ത് നമ്മൾ അതിനെ റിഫൈൻ ചെയ്യാണ്, ചേഞ്ച് ഫീച്ചേഴ്സ് മാറ്റി അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ഡയഗ്രത്തിലേക്ക് പോകാം. നമുക്കിതിൽ കാണാം. ഫസ്റ്റ് ഒരു ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അതായത് SRS, അതായത് ഈ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ഉണ്ടാക്കി ആ ഡിസൈൻ വെച്ച് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, അതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ വിത്ത് ലിമിറ്റഡ് ഫംഗ്ഷനാലിറ്റി, എല്ലാ ഫംഗ്ഷനാലിറ്റി ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ബേസ് മോഡൽ വെച്ച് ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ മോഡൽ ഫൈനലൈസ് ഒന്നും ആവില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും. അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമർക്ക് ഇവാലുവേഷൻ കൊടുക്കുകയാണ്. കസ്റ്റമർക്ക് ഇവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കസ്റ്റമർ അതിൻ്റെ റിവ്യൂ പറയാണ്. റിവ്യൂ പറഞ്ഞ് എന്ത് ചെയ്യും? അതിൻ്റെ അപ്ഡേഷൻസ് പറഞ്ഞ് സജഷൻസ് പറഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് മാറ്റി ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ അനുസരിച്ച് വീണ്ടും ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത് പ്രോട്ടോടൈപ്പിൽ മാറ്റം ഉണ്ടാക്കണു, വീണ്ടും കസ്റ്റമർ ഇവാലുവേറ്റ് ചെയ്യണം. ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യണു. എന്ത് ചെയ്യണു? അവസാനം കസ്റ്റമർ ഒരു പ്രോട്ടോടൈപ്പിൽ സാറ്റിസ്ഫൈ ആവും, ഒരു മോഡലിൽ. ആ മോഡൽ സാറ്റിസ്ഫൈ ആയി നമ്മൾ എന്ത് ചെയ്യും? അത് ഫൈനൽ പ്രോട്ടോടൈപ്പായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്ത് അത് പിന്നെ മെയിൻ്റെനൻസ് ഫേസിലേക്ക് വേണം. ഇതാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്? ഏതാണോ ഒറിജിനൽ സോഫ്റ്റ്വെയർ അതിൻ്റെ ഒരു റഫ് മോഡൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു, കസ്റ്റമർക്ക് കൊടുക്കുന്നു. കസ്റ്റമർ അതിൻ്റെ ഫീഡ്ബാക്ക്, അതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ പറഞ്ഞ്, പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും അപ്ഡേഷൻ വേണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഡിസൈൻ മാറ്റി വീണ്ടും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നു. അവസാനം കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ ഈ പ്രോട്ടോടൈപ്പിലാണ് നമ്മൾ മാറ്റം വരുന്നത്. അവസാനം കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഈ ഫൈനൽ പ്രോട്ടോടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെവലപ്പിങ്ങിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്സ് ഓഫ് പ്രോട്ടോടൈപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? റിക്വയർമെൻറ്റ് ഗാദറിംഗ് ആൻഡ് അനാലിസിസ്, അണ്ടർസ്റ്റാൻഡിങ് വെരി ബേസിക്സ് ഓഫ് പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ റിക്വയർമെൻറ്റ് ഗാദറിംഗ് അനാലിസിസ് ഒക്കെ ചെയ്യണം, സാധാരണ ഒരു SDLCയിൽ ചെയ്യുന്ന പോലെ. പിന്നെ എന്താണ് ചെയ്യുന്നത്? ക്വിക്ക് ഡിസൈനാണ് ചെയ്യണേ. ഒരു ഹിയർ പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാവും, ക്വിക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യില്ല, വളരെ ഫൈനൽ ആയിട്ടുള്ള ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു റഫ് മോഡൽ ഐഡിയ നമുക്ക് യൂസർക്ക് മനസ്സിലാവാൻ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെന്താണ്? ആ ഒരു ഡിസൈൻ ഉപയോഗിച്ച് നമ്മൾ ബിൽഡ് പ്രോട്ടോടൈപ്പ്, നമ്മൾ ഈ ഡിസൈൻ ഉപയോഗിച്ച് ക്വിക്ക് ഡിസൈൻ ഉപയോഗിച്ച് നമ്മളൊരു പ്രോട്ടോടൈപ്പ് വർക്കിംഗ് പ്രോട്ടോടൈപ്പായിട്ട് മാറ്റുകയാണ്. പിന്നെന്താണ്? കസ്റ്റമർ ഇവാലുവേഷൻ ഓഫ് പ്രോട്ടോടൈപ്പ്. പിന്നെ എന്താ ചെയ്യണം? ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. അവരത് ഇവാലുവേറ്റ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുന്നു. പിന്നെയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോടൈപ്പ് റിഫൈൻമെൻറ്റ്. അതായത് ആഫ്റ്റർ യൂസർ ഇവാലുവേറ്റ് ദ പ്രോട്ടോടൈപ്പ് ഇറ്റ് ഈസ് റിഫൈൻഡ് അക്കോർഡിംഗ് ടു റിക്വയർമെൻറ്റ്സ്. അതായത് യൂസർ അല്ലെങ്കിൽ കസ്റ്റമർ ഈ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ ഫീച്ചേഴ്സിലാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് അപ്ഡേഷൻ തന്ന് റിവ്യൂ തന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനനുസരിച്ച് ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ മാറ്റം വരുത്താണ്. അതിന് പ്രോട്ടോടൈപ്പ് റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പിൽ മാറ്റം വരുത്തി അവസാനം എന്താണോ ഫൈനലി ഒരു മോഡൽ പ്രോട്ടോടൈപ്പിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവണം. ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നു? ആ പ്രോട്ടോടൈപ്പിനെ നമ്മൾ ഫൈനൽ പ്രോട്ടോടൈപ്പായിട്ട് എന്ത് ചെയ്യും? ഫിക്സ് ചെയ്തിട്ട് ആ ഫൈനൽ പ്രോട്ടോടൈപ്പിനെ നമ്മൾ
ഒറിജിനൽ സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറ്റണം. ഓക്കെ, അത് അവസാനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൺലൈനായിട്ടുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ്ങിനെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.